ഇന്നത്തെ അറിയിപ്പുകൾ. നീറ്റ് PG പ്രവേശനത്തിനുള്ള കട്ട് ഓഫ് മാർക്ക് വീണ്ടും കുറച്ചു. പരീക്ഷയിൽ 5% സ്കോർ ഉള്ളവർക്കെല്ലാം ഇനി PG പ്രവേശനം നേടാം. മെഡിക്കൽ സയൻസ് പഠനവുമായി ബന്ധപ്പെട്ട ദേശീയ പരീക്ഷാ ബോർഡാണ് കട്ട് ഓഫ് മാർക്ക് കുറച്ചത്. ജനറൽ, സാമ്പത്തിക പിന്നോക്ക വിഭാഗം, ഭിന്നശേഷിക്കാർ, OBC, SC/ST വിഭാഗങ്ങൾക്കെല്ലാം ഇത് ബാധകമാകും. നേരത്തെ നീറ്റ് PG ഫലം പ്രഖ്യാപിച്ചപ്പോൾ പൊതുവിഭാഗത്തിന് 50%, ഭിന്നശേഷി വിഭാഗത്തിന് 45%, സംവരണ വിഭാഗങ്ങൾക്ക് 40%ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. ഇത് പിന്നീട് 15%ആയി കുറച്ചു. 100 കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കട്ട് ഓഫ് മാർക്ക് കുറയ്ക്കാൻ തീരുമാനമായത്. ഇൻഫോഡെസ്ക്, മൈഫിൻ TV. ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് 1 വർഷത്തെ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് ബിരുദാനന്തര ഡിപ്ലോമ പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചു. കാർഷിക അനുബന്ധ ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. കേരളത്തിൽ തിരുവനന്തപുരത്ത് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കാർഷിക വിജ്ഞാന വ്യാപന പരിശീലന കേന്ദ്രമായ സമേതിയിൽ കോണ്ടാക്ട് ക്ലാസുകളുണ്ടാകും. അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. കൊച്ചി മെട്രോ പുതിയ 2 റൂട്ടുകളിൽ കൂടി ഇലക്ട്രിക് ഫീഡർ ബസ് സർവീസ് ആരംഭിക്കും. മെട്രോ കണക്ട് സർവീസുകൾക്ക് മികച്ച പ്രതികരണം ലഭിച്ചതോടെയാണ് കൂടുതൽ സർവീസുകൾക്ക് തുടക്കമാവുക. മെട്രോ കണക്ട് സർവീസുകൾ യാത്രക്കാർ ഏറ്റെടുത്തതോടെ പുതിയ 2 റൂട്ടുകളിൽ കൂടി ഇലക്ട്രിക് ഫീഡർ ബസ്സുകൾ ആരംഭിക്കുകയാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. ഹൈക്കോടതി മുതൽ MG റോഡ്, കടവന്ത്ര മുതൽ KP വല്ലോൺ റോഡ് എന്നിവയുമായി ബന്ധിപ്പിച്ചാകും പുതിയ സർവീസ് വരിക. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഈ ഫീഡർ ബസ്സുകൾ യാത്രക്കാർ ഏറ്റെടുത്തതോടെയാണ് പുതിയ സർവീസുകൾ ആരംഭിക്കാനുള്ള തീരുമാനം KMRLന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഹൈക്കോർട്ട് MG റോഡ് സർവീസ് മാർച്ച് 5-നാകും ആരംഭിക്കുക. പിന്നാലെ കടവന്ത്ര KP വല്ലോൺ റോഡ് സർവീസും ആരംഭിക്കും. JLL സ്റ്റേഡിയം സ്റ്റേഷനിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ നീളുന്ന കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഫീഡർ ബസ്സുകളുടെ സേവനം നഗരത്തിൽ വ്യാപകമാക്കുന്നത്. ഇൻഫോഡെസ്ക്, മൈഫിൻ TV. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട മന്ത്രിതല യോഗം നാളെ. പുനരധിവാസ പ്രവർത്തനങ്ങളുടെയും ടൗൺഷിപ്പ് ഭൂമി ഏറ്റെടുക്കലിന്റെയും ഇതുവരെയുള്ള നടപടികളും ചർച്ചയാകും. വെള്ളിയാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രി K. രാജന്റെ നേതൃത്വത്തിലാകും പ്രത്യേക അവലോകന യോഗവും പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയും നടക്കുക. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 2B ഗുണഭോക്തൃ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടും പരാതികളിൽ കുറവില്ല. ഇതുവരെ 36 പരാതികളാണ് വയനാട് കളക്ടറേറ്റിലെ ദുരന്ത നിവാരണ വിഭാഗത്തിന് ലഭിച്ചത്. പരാതികൾ സമർപ്പിക്കാൻ മാർച്ച് 7 വരെ സമയമുണ്ടെന്നതിനാൽ ഇനിയും പരാതികൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പുനരധിവാസ പ്രവർത്തനങ്ങളുടെയും ടൗൺഷിപ്പ് ഭൂമി ഏറ്റെടുക്കലിന്റെയും ഇതുവരെയുള്ള നടപടികളും ചർച്ചയാവും. ഈ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും കൈമാറിയിട്ടുണ്ട്. 1, 2A ഗുണഭോക്തൃ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചതിനു പിന്നാലെ എത്തിയ പരാതികൾ യോഗത്തിലും ചർച്ചയാകും. ഇതുവരെ 50ഓളം പരാതികളാണ് ലഭിച്ചത്. ഗുണഭോക്തൃ ലിസ്റ്റിന് അന്തിമ രൂപമായതിനു ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കലിലേക്ക് കടക്കുകയുള്ളൂ. 1ാം ഘട്ട ലിസ്റ്റിൽ 242 കുടുംബങ്ങളും 2A ലിസ്റ്റിൽ 81 കുടുംബങ്ങളുമാണ് ഉൾപ്പെടുന്നത്. ഗുണഭോക്തൃ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചതിനു ശേഷം ഗുണഭോക്താക്കൾക്ക് ജില്ലാ ഭരണകൂടം കത്തയക്കും. കത്തു ലഭിക്കുന്ന മുറയ്ക്ക് കുടുംബങ്ങൾ വീടോ അല്ലെങ്കിൽ നഷ്ടപരിഹാരമോ വേണ്ടതെന്നുള്ള സമ്മതപത്രം കൈമാറണം. ഇതുകൂടി അടിസ്ഥാനമാക്കിയായിരിക്കും ഭൂമി ഏറ്റെടുക്കൽ തയ്യാറാക്കുക. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.